നമസ്കാരം. നമുക്കിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇടശ്ശേരിയുടെ വളരെ പ്രശസ്തമായ ഒരു കവിതയെക്കുറിച്ചാണ്. വിവാഹസമ്മാനം. വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീ തന്റെ അഭിമാനം രക്ഷിക്കാൻ കണ്ടെത്തിയ ഒരു അവസാന വഴിയുടെ കഥയാണിത്. കഥ തുടങ്ങുന്നത് എവിടെയാണെന്നോ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. പായലൊക്കെ പിടിച്ച് ഇരുണ്ട് കിടക്കുന്ന ഒരു കുളക്കര. കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലില്ലേ? എന്തോ വരാനിരിക്കുന്നു എന്നൊരു തോന്നൽ. കവിത തുടങ്ങുന്നത് തന്നെ നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു ചോദ്യത്തോടെയാണ്. പ്രധാന കഥാപാത്രമായ ചേച്ചി കൂടെയുള്ള കൊച്ചനുജനോട് ചോദിക്കുകയാണ്, ഞാനീ കറുത്തൊരു നീറ്റിൽ മുങ്ങി കാണാതെയാകുമ്പോൾ കരയുമോ നീ? എന്തൊരു ചോദ്യമാണത്, അല്ലേ? അപ്പോ ഇതാണ് സാഹചര്യം. അതിരാവിലെ ഒരു ചേച്ചിയും അവളുടെ കൊച്ചനുജനും ആ കുളക്കരയിൽ നിൽക്കുകയാണ്. എന്തിനായിരിക്കും അവർ അവിടെ വന്നിട്ടുണ്ടാവുക? അപ്പോ ആ പുലർക്കാലത്തെ തണുപ്പില്ലേ, അതിൽ നിന്ന് അനിയനെ രക്ഷിക്കാൻ ആ ചേച്ചി സ്വന്തം മേൽമുണ്ടുകൊണ്ട് അവനെ അങ്ങ് പുതപ്പിക്കുകയാണ്. ആ ഒരു നിമിഷം മതി നമുക്ക് അവർ തമ്മിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ. പക്ഷേ പാവം ആ കുട്ടിക്കറിയില്ലല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അവനാ ചേച്ചിയുടെ സ്നേഹത്തിൽ അങ്ങനെ അഭയം തേടി നിൽക്കുകയാണ്. അപ്പോ യഥാർത്ഥ ചോദ്യം ഇതാണ്: എന്തിനാണവർ ഇത്ര രാവിലെ ആ കുളക്കരയിലേക്ക് വന്നത്? ചേച്ചി അനിയനോട് ഒരു കാരണം പറയുന്നുണ്ട്, പക്ഷേ അവളുടെ മനസ്സിൽ മറ്റൊന്നുണ്ട്, തികച്ചും വ്യത്യസ്തമായ ഒരു ലക്ഷ്യം. അവൾ അനിയന് കൊടുക്കുന്ന വിശദീകരണം, അല്ലെങ്കിൽ ആ കള്ളക്കഥ വളരെ സിമ്പിളാണ്. നമുക്ക് ഈ കുളത്തിൽ നിന്ന് ഭംഗിയുള്ളൊരു താമരപ്പൂ പറിക്കണം. അവളുടെ യഥാർത്ഥ ലക്ഷ്യം മറച്ചുവെക്കാൻ അവളുണ്ടാക്കിയെടുത്ത ഒരു മറ മാത്രമായിരുന്നു അത്. എന്തിനാണ് ഈ താമരപ്പൂ? അവൾ പറയുന്നു, തലേദിവസം കല്യാണം കഴിഞ്ഞ അവരുടെ അനിയത്തിക്ക് കൊടുക്കാനുള്ള ഒരു വിവാഹ സമ്മാനമാണത്രേ ഇത്. പക്ഷേ ആ താമരപ്പൂ എന്ന സമ്മാനത്തിന് പിന്നിൽ നെഞ്ചു തകർക്കുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇനിയാണ് കഥയുടെ ഗതി മാറുന്നത്. അവളുടെ ഈ പ്രവൃത്തിക്ക് പിന്നിലെ ആ സത്യം, അത് നമ്മൾ അറിയാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ആ കൊടിയ വഞ്ചനയുടെ ആഴം ശരിക്കും മനസ്സിലാക്കുന്നത്. അവളുടെ അനിയത്തിയെ കല്യാണം കഴിച്ചത് ആരാണെന്നോ? മറ്റാരുമല്ല, അവളെ സ്നേഹിച്ച് വഞ്ചിച്ച് ഉപേക്ഷിച്ചു പോയ അവളുടെ മുൻകാമുകൻ തന്നെ. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ. ഒരു വശത്ത് ഈ വ്യക്തിപരമായ വേദന, അതിനു പുറമേ അവൾക്ക് വേറൊരു സമ്മർദ്ദം കൂടിയുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും. കല്യാണം കഴിക്കാതെ നിൽക്കുന്ന മൂത്ത മകൾ എന്ന നിലയിലുള്ള ഒരു പ്രഷർ, പ്രത്യേകിച്ച് അമ്മയുടെ ഭാഗത്തുനിന്ന്. മകളുടെ കല്യാണം നടക്കാത്തതിലുള്ള ആദ്യം മുഴുവൻ ഒരുതരം ക്രൂരമായ വാക്കുകളായിട്ടാണ് പുറത്തുവന്നത്. അവൾ എന്തു ചെയ്താലും കുറ്റമാണ്. നേരത്തെ കുളിച്ചാൽ വേശ്യാട്ടം, കുറച്ചുനേരം കൂടുതൽ ഉറങ്ങിയാലോ അത് കള്ളനാട്യം. എന്തിന്, അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും കുറ്റം പറയാൻ എന്തെങ്കിലും ഒരു കാരണം അവർ കണ്ടെത്തും. കവിതയിലെ ആ ശക്തമായ വരികൾ നോക്കൂ. ജീവിതം തീതിന്നൽ അമ്മയ്ക്ക്, അയ്യോ പാവം മകൾക്കൊരു മുൾക്കിരീടം. അതായത് അമ്മയുടെ ആദി ഒരു തീയാണെങ്കിൽ ആ തീയിൽ നിന്നുയരുന്ന വാക്കുകൾ തനിക്കൊരു മുൾക്കിരീടം പോലെയാണെന്നാണ് അവൾ പറയുന്നത്. അവൾ സഹിക്കുന്ന ആ ഒരു ഭാരം എത്ര വലുതാണെന്ന് നമുക്കിവിടെ കാണാം. പക്ഷേ ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടും അവൾ തളർന്നു പോകുന്നില്ല. പകരം തന്റെ അഭിമാനം സംരക്ഷിക്കാൻ അവൾ ഒരുക്കുന്ന ഒരു പ്ലാനുണ്ട്. വളരെ സൂക്ഷ്മമായ ഒരു പദ്ധതി. ഇവിടെയാണ് അവളുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട്, ആ ആത്മാഭിമാനം നമുക്ക് കാണാൻ കഴിയുന്നത്. അവളുടെ ഏറ്റവും വലിയ പേടി അല്ലെങ്കിൽ ആശങ്ക എന്തായിരുന്നു എന്നറിയാമോ? തന്നെ ചതിച്ച ആ പുരുഷന്റെ മുന്നിൽ ഒരു തകർന്നവളായി കാണപ്പെടരുത് എന്നത് മാത്രമായിരുന്നു. അവന്റെ ഓർമ്മയിൽ അവളൊരു തോറ്റവളാകാൻ പാടില്ല. മരണത്തിൽ പോലും തന്റെ കഥയുടെ കൺട്രോൾ അവൾ സ്വയം ഏറ്റെടുക്കുകയാണ്. ആ വരികൾ കേട്ടു നോക്കൂ. ബാലയാം നാളും ഞാൻ നിന്നതില്ല, കാലെ കുളിച്ചു കുറിയിടാതെ. അതായത് അയാളുടെ ഓർമ്മയിൽ താൻ എപ്പോഴും ഭംഗിയുള്ളവളായി അഭിമാനത്തോടെ നിന്നവളായിരിക്കണം. മരണത്തിലും ആ ഒരു ഇമേജും മാറരുത്. അപ്പോ തന്റെ അഭിമാനം രക്ഷിക്കാൻ അവൾ ഉണ്ടാക്കിയ ആ പെർഫെക്റ്റ് നുണ ഇതാണ്. അനിയന് അവൾ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. 1, ഞാൻ വന്നത് താമരപ്പൂ പറിക്കാനാണെന്ന് എല്ലാവരോടും പറയണം. 2, അതൊരു കിടിലൻ വിവാഹ സമ്മാനമായിരുന്നു എന്ന് പറയണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്, എന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് തറപ്പിച്ചു പറയണം. അങ്ങനെ അവൾ തന്റെ തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവളുടെ ഈ അവസാനത്തെ പ്രവൃത്തി ഒരു ബലഹീനതയാണോ അതോ ശക്തിയുടെ ഒരു പ്രകടനമാണോ? അത് ബാക്കി വയ്ക്കുന്നത് എന്താണ്? പണ്ട് ആ കുളത്തിലെ ആഴങ്ങളെ അവൾക്ക് പേടിയായിരുന്നു. എന്നാൽ ഇന്ന് അതേ ആഴങ്ങളിലേക്ക് ഒറ്റയ്ക്കിളങ്ങിച്ചെല്ലാൻ അവൾക്കൊരു ഉറപ്പ് വന്നിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, വഞ്ചനയുടെ വേദന അവളെ എത്രത്തോളം മാറ്റിയിരിക്കുന്നുവെന്ന്. ഭയം എങ്ങനെയാണ് ഇത്രയും അഗാധമായ, ദുരന്തപൂർണമായ ഒരു ധൈര്യമായി മാറിയത്? അതുകൊണ്ട് ഈ കവിത നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവളുടെ ആ അവസാനത്തെ പ്രവൃത്തി ഒരു കീഴടങ്ങലല്ല, ഒട്ടുമല്ല. മറിച്ച് സഹിക്കാൻ പറ്റാത്ത വേദനയിൽ നിന്നുമുണ്ടായ ഒരുതരം ആന്തരിക ശക്തിയുടെ,
സ്വന്തം കഥയുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കുന്നതിന്റെ ഒരു അവസാനത്തെ പ്രഖ്യാപനമായിരുന്നു അത്. അപ്പോ ഈയൊരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. എന്തായിരുന്നു യഥാർത്ഥ വിവാഹ സമ്മാനം? ആ പൂവാണോ? അതോ ആ വഞ്ചനയ്ക്കുള്ള മറുപടിയായി അവൾ നൽകിയ സ്വന്തം ജീവൻ തന്നെയോ? കവിതയുടെ ആ തലക്കെട്ടിന് എത്ര അർത്ഥങ്ങളാണല്ലേ. ചിന്തിച്ചു നോക്കൂ.